ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ CSCB റാങ്ക് മേക്കർ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഡെൻമാർക്കിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ചാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ഇംഗ്ലണ്ടിലെയും ജർമ്മനിയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ മുകളിലുള്ള ഐക്കാർഡിൽ ക്ലിക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഡെൻമാർക്ക് ഈസ് കൺസിഡേർഡ് ടു ദ ഹോംലാൻഡ് ഓഫ് അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ അഗ്രികൾച്ചർ കോപ്പറേറ്റീവിൻ്റെ തറവാട് എന്നാണ് ഡെൻമാർക്ക് അറിയപ്പെടുന്നത്. ദ ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് ഡയറി സൊസൈറ്റീസ്. കോപ്പറേറ്റീവ് ഡയറി സൊസൈറ്റീസിൻ്റെ ബർത്ത് പ്ലേസുമാണ് ഡെൻമാർക്ക്. ഡെൻമാർക്ക് ഡയറി ഫാം ഓഫ് യൂറോപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. യൂറോപ്പിൻ്റെ ഡയറി ഫാം എന്നാണ് ഡെൻമാർക്ക് അറിയപ്പെടുന്നത്. ദ കൺട്രി വിച്ച് ഹാസ് നോ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ. ഡെൻമാർക്കിൽ സഹകരണവുമായി ബന്ധപ്പെട്ട് ഒരു നിയമവും നിലവിലില്ല. The most important character of the Danish cooperative movement is its voluntary development. അപ്പോൾ ഡെൻമാർക്ക് അഗ്രികൾച്ചർ കോപ്പറേറ്റീവ്സിൻ്റെ ബർത്ത് പ്ലേസാണ്, ഡയറി സൊസൈറ്റീസിൻ്റെ ബർത്ത് പ്ലേസാണ്, ഡയറി ഫാം ഓഫ് യൂറോപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. സഹകരണവുമായി ബന്ധപ്പെട്ട് ഒരു നിയമവും നിലവിലില്ലാത്ത ഒരു രാജ്യവുമാണ് ഡെൻമാർക്ക്. Cooperative movement in Denmark was introduced by H.C. Sone. He got inspiration from the Rochdale pioneers of England. ഡെൻമാർക്കിൽ സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് കൺസ്യൂമർ കോപ്പറേറ്റീവ്സിൻ്റെ രീതിയിലായിരുന്നു. അത് കൊണ്ടുവന്നത് H.C. സോനെ എന്ന വ്യക്തിയാണ്. H.C. സോനെയാണ് ഡെൻമാർക്കിൽ സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്. അദ്ദേഹത്തിന് അത് പ്രേരകമായത് ഇംഗ്ലണ്ടിലെ റോക്ക്ഡെയിൽ പൈനേഴ്സ് ആയിരുന്നു. ഇൻ 1886 എ വർക്കേഴ്സ് സൊസൈറ്റി വാസ് ഫോമഡ്. ദ സൊസൈറ്റി വാസ് എ സക്സസ് ഓൺ അക്കൗണ്ട് ഓഫ് ദ എഫേർട്സ് ഓഫ് മിസ്റ്റർ സോനെ. ദ സൊസൈറ്റി വർക്ക്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് റോക്ക്ഡെയിൽ. റോക്ക്ഡെയിൽ തത്വങ്ങളായിരുന്നു ഫോളോ ചെയ്തിരുന്നത്. 1896 റീറ്റെയിൽ കോപ്പറേറ്റീവ്സ് എല്ലാം കൂടി ഒരു കേന്ദ്ര സംഘടനയ്ക്ക് രൂപം കൊടുത്തു. അതാണ് ഡാനിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി. അതറിയപ്പെടുന്നത് FTB. FTBയുടെ വർഷം 1896. ഓൾ പ്രൈമറി സൊസൈറ്റീസ് അഫിലിയേറ്റഡ് ടു FTB. എല്ലാ പ്രൈമറി സൊസൈറ്റീസും FTBയിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കണം. The object of the society is to produce, manufacture and distribute goods to the cooperative societies. About 25% of the consumer goods supplied by it are manufactured in its own factories. ഏതാണ്ട് 25% കൺസ്യൂമർ ഗുഡ്സും അവരവരുടേതായിട്ടുള്ള ഫാക്ടറികളിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടി നോക്കാം. FTB രൂപം കൊണ്ടത് 1896. ഡെൻമാർക്കിൽ ആദ്യത്തെ സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് കൺസ്യൂമർ കോപ്പറേറ്റീവിൻ്റെ രീതിയിൽ. H.C. സോനെയാണ് ഡെൻമാർക്കിൽ സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്. ഇനി ഡെൻമാർക്കിലെ ഡയറി സൊസൈറ്റീസിനെ കുറിച്ച് പഠിക്കാം. ഡയറി ഫാം ഓഫ് യൂറോപ്പ് എന്നാണ് ഡെൻമാർക്ക് അറിയപ്പെടുന്നത്. യൂറോപ്പിൻ്റെ ഡയറി ഫാം എന്നാണ് ഡെൻമാർക്ക് അറിയപ്പെടുന്നത്. LC നീൽസൺ ഇൻ 1878 ഇൻട്രൊഡ്യൂസ്ഡ് ദ പ്രോസസ് ഓഫ് ക്രീം സെപ്പറേഷൻ ഫ്രം മിൽക്ക് അപ്ലൈങ് സയൻറ്റിഫിക് മെത്തേഡ്. 1878 LC നീൽസൺ എന്ന എഞ്ചിനീയറാണ് ശാസ്ത്രീയമായ മാർഗങ്ങളിലൂടെ പാലിൽ നിന്ന് പാൽപ്പാട വേർതിരിക്കുന്ന പ്രക്രിയ കണ്ടുപിടിച്ചത്. ഫസ്റ്റ് കോപ്പറേറ്റീവ് ക്രീമറി ഇൻ 1882 അറ്റ് വില്ലേജ് ജെറ്റിംഗ് ബൈ സ്റ്റില്ലിംഗ് ആൻഡേഴ്സൺ. ജെറ്റിംഗ് എന്ന സ്ഥലത്തെ ജെറ്റ്ലൻ എന്ന വില്ലേജിൽ സ്റ്റില്ലിംഗ് ആൻഡേഴ്സൺ എന്ന വ്യക്തിയാണ് ആദ്യത്തെ കോപ്പറേറ്റീവ് ക്രീമറി സ്ഥാപിക്കുന്നത്. സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ഡയറീസ് ആർ
Membership of a cooperative dairy is open to all milk producers in its area of operation. പാലുൽപാദകരായ എല്ലാവർക്കും പേയ്മെൻ്റ് ഒന്നുമില്ലാതെ അംഗത്വം നൽകിയിരുന്നു. ദ ലയബിലിറ്റി മെമ്പേഴ്സ് ആർ ടു ബി അൺലിമിറ്റഡ്. ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബാധ്യത എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. The members are not required to contribute any share capital or even an entrance fees. Profits are distributed in proportion to the value of milk supplied by each member. Members are obligated to supply the dairy with all their saleable milk. Working capital raised through loans. ലോണുകൾ വഴിയാണ് അവർ അവരുടെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള മൂലധനം സ്വരൂപിച്ചിരുന്നത്. ക്രിമറീസ് ആർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്ലോസ്ഡ് ടു ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ദേ കളക്ട് മിൽക്ക് ഡെയിലി ആൻഡ് പ്രിസർവ് ദം ടിൽ ഇറ്റ് ഈസ് പ്രോസസ്ഡ്. ഡെൻമാർക്കിൽ ക്ഷീര സഹകരണ സംഘങ്ങളോട് ചേർന്നുള്ള പാൽ സംഭരണത്തിനുള്ള സ്ഥാപനമാണ് ക്രിമറീസ്. Lurbrand is a trademark of the dairy product of the society in Denmark. It is quality making of the product. അപ്പോൾ ഇത്രയുമാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സ് ഇൻ ഡെൻമാർക്കിനെ കുറിച്ച് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്